ഹലോ ഫ്രണ്ട്സ്, നിങ്ങളുടെ അടുത്ത് എനിക്ക് ഇന്നൊരു ചെറിയ കഥ പറയാനുണ്ട് കേട്ടോ. എനിക്ക് വീട് വെച്ച് കഴിഞ്ഞ് അങ്ങനെ കൃഷി ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. അതായത് ചെറുതായിട്ട്, പക്ഷേ 3 കുട്ടികളെയും വെച്ചിട്ട് എങ്ങനെ ചെയ്യുന്നുള്ളതായിരുന്നു. പക്ഷേ എന്നാലും ഞാൻ കുറേയൊക്കെ ചെറിയ ചെടികളൊക്കെ വെച്ചു കേട്ടോ. അപ്പം എൻ്റെ അടുത്ത് ആൾ പറഞ്ഞു, ചെടികളൊക്കെ വാങ്ങിത്തരാം, വെള്ളം ഒഴിച്ച് നേരെ നോക്കുകയാണെങ്കിൽ മാത്രം, അല്ലെങ്കിൽ ഈ പണിക്ക് നിൽക്കണ്ട പറഞ്ഞു കേട്ടോ. എന്നാലും ഞാൻ കുഴപ്പമില്ല, ഞാൻ നോക്കിക്കൊണ്ട് കുട്ടികളെ നോക്കുന്നത് പോലെ തന്നെ ഞാൻ ചെയ്യാൻ പറഞ്ഞപ്പോൾ ആൾ കാശ് കൊടുത്ത് എനിക്ക് കുറച്ച് ചെടിയൊക്കെ വാങ്ങി തന്നു കേട്ടോ. അതിലൊന്നാണ് ഈ കൊയ്യാക്ക ചെടി. ഏതാണ്ട് എൻ്റെ ഹൈറ്റേ ആയിട്ടുള്ളൂ കേട്ടോ. വെച്ചിട്ട് ഒരു 6 മാസത്തോളം ആവുന്നതേ ഉള്ളൂ. പക്ഷെ ഭയങ്കര സന്തോഷമുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ അതിൽ 4 കായ ഉണ്ടായി കേട്ടോ. അതിലൊരു കായ ചെറുതാവുമ്പോഴേ പഴുത്തു, ഞങ്ങൾ പൊട്ടിച്ച് കഴിച്ചു കേട്ടോ. പക്ഷേ എനിക്കത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ആ സന്തോഷം നിങ്ങളെയും കൂടെ അറിയിക്കാൻ വേണ്ടിയിട്ട് തൊട്ടടുത്ത് നിന്നിരുന്ന മറ്റൊരു കൊയ്യാക്ക കൂടെ വലുതായിട്ടുണ്ട് കേട്ടോ. സംഭവം വലുതായപ്പോൾ ഞാൻ കവർ കെട്ടി കൊടുത്തു. എന്താ വെച്ചാൽ മണ്ണിനോട് അടുത്തായിട്ടാണ് നിൽക്കണത്. അപ്പോൾ എന്തെങ്കിലും പ്രാണികളൊക്കെ കടിച്ച് കഴിഞ്ഞാൽ ആർക്കും കഴിക്കാൻ പറ്റാതാവില്ലേ. അപ്പോൾ ഞാനൊരു വെള്ളക്കവർ അതിൽ കെട്ടിക്കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ 2 ദിവസം കഴിഞ്ഞ് നോക്കുമ്പോഴേക്കും കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇവിടെ നിർത്തിക്കഴിഞ്ഞാൽ അതിന് എന്തെങ്കിലും പറ്റിയാലോ, അപ്പോൾ നമുക്കത് എടുക്കാം അല്ലേ, പൊട്ടിച്ചെടുക്കാൻ വിചാരിച്ചു. അപ്പോൾ ഞാൻ അത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. ഈ കൊയ്യാക്കയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. എനിക്കിതിൻ്റെ കളറ് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഗൈസ്. അവിടെ നിന്ന് വാങ്ങുമ്പോഴേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കളറായിരിക്കുന്നത്. എന്തായാലും ടേസ്റ്റ് എങ്ങനെയുണ്ട് എന്നൊക്കെ അറിയണമല്ലോ. അതിൻ്റെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് കേട്ടോ ഞാനും മക്കളും. അപ്പോൾ ഞങ്ങളത് വേഗം കഴുകി വൃത്തിയാക്കിയിട്ട് മുറിക്കുന്നുണ്ട് കേട്ടോ. ഒരു സങ്കടം എന്താ അറിയോ, ഞങ്ങളെല്ലാവരും കൂടെ മുറിച്ച് കഴിക്കാമെന്നായിരുന്നു വിചാരിച്ച്. പക്ഷെ 2 മുറിക്കുമ്പോൾ ഇവിടെ ആളില്ല എന്നുള്ളൊരു സങ്കടം ഉണ്ട് കേട്ടോ. കുഴപ്പമില്ല, ഇനി ഉണ്ടാവുമ്പോൾ കൊടുക്കാമല്ലോ അല്ലേ. എന്തായാലും ഞങ്ങൾ കഴിച്ചിട്ട് രുചിയൊക്കെ ആളെ വിളിച്ച് പറയാൻ വിചാരിച്ചു കേട്ടോ. അപ്പം അത് സംഭവം അതിൽ കറുപ്പുള്ളതൊക്കെ ഒന്ന് ചെത്തി കളഞ്ഞിട്ട് മുറിക്കുന്നുണ്ട്. ഇപ്പം തന്നെ നിങ്ങൾ കളർ ഏതാണ്ട് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ. നല്ല റോസ് കളർ കേട്ടോ. സംഭവം കുരുവൊന്നും അധികം ഇല്ലേ. ഭയങ്കര സന്തോഷം തോന്നിട്ടോ. നമ്മളായിട്ട് ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ വീട്ടിലുണ്ടാക്കുമ്പോൾ അല്ലേ, അത് കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് പ്രത്യേകിച്ച് എന്താ പറയുക, ഭയങ്കര സന്തോഷം തരുന്ന ഒന്നാണല്ലോ അല്ലേ. അപ്പോൾ കുട്ടികളും വെയിറ്റിംഗ് ആണ് കേട്ടോ കഴിച്ച് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വേഗം അവർക്കും കൊടുക്കുന്നുണ്ട്. അവർക്കും ഭയങ്കര ഇഷ്ടമായി കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അതുപോലെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതിൻ്റെ കളറാണ് കേട്ടോ നല്ല എന്താ പറയുക, ഒരു രസം അല്ലേ. നമ്മൾ കടയിൽ നിന്ന് മാത്രം കിട്ടുന്നൊരു സാധനം വീട്ടിലുണ്ടാക്കുമ്പോൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കണം. അപ്പോൾ അതിന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ എല്ലാവരും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഉള്ള സ്ഥലത്ത് ചെയ്യണം കേട്ടോ. ഇവിടെ കുറച്ച് സ്ഥലമുള്ളൂ, ആ സ്ഥലത്ത് തന്നെയാണ് കേട്ടോ ഞാൻ ഇതുപോലെയൊക്കെ ചെയ്തിരിക്കുന്നത്. പിന്നെ തെങ്ങും വെച്ചിട്ടുണ്ട്, അതുപോലെ റംബൂട്ടാനും, പിന്നെ വേറൊരു ചെറിയ കായം കൂടെ വെച്ചിട്ടുണ്ട്, പേരറിയില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ ബൈ.